ടിപ്പിക്കൽ ട്രാവൽ ഡയറിയുടെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ശ്രീനഗറിലെ ഒരു ഹൗസ് ബോട്ടിലാണ്. രാവിലെ തന്നെ ശാന്തസുന്ദരമായ ഡാൽ ലേക്ക് കാണാൻ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. വളരെ മനോഹരമായിരുന്നു ആ കാഴ്ചകൾ. അവിടെ നിന്ന് ഞങ്ങൾക്ക് ശ്രീശങ്കരാചാര്യ ക്ഷേത്രത്തിലെ വെളിച്ചം കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹൗസ് ബോട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഇത് ഈ ഹൗസ് ബോട്ടിലെ ഹീറ്റിംഗ് സിസ്റ്റമാണ്. രാവിലെ തന്നെ ചെറു ചൂട് ചായയും കുടിച്ച് അച്ഛനും അമ്മയും റെഡിയായിരിക്കുകയാണ്. ഈ ഹൗസ് ബോട്ടിൻ്റെ ചരിത്രം എന്താണെന്നാൽ, പണ്ട് കാലങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ സ്ഥലം വാങ്ങാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തടി കൊണ്ട് ഇതുപോലുള്ള ഹൗസ് ബോട്ടുകൾ നിർമ്മിച്ച് അവിടെയായിരുന്നു താമസിച്ചത്. പിൽക്കാലത്ത് അത് ടൂറിസത്തിനായി ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ഞങ്ങളുടെ ഹൗസ് ബോട്ട് ഡാൽ ലേക്കിന് നടുവിലായതുകൊണ്ട് തന്നെ റോഡുമായി ഡയറക്റ്റ് ആക്സസ് ഉണ്ടായിരുന്നില്ല. നമുക്ക് എന്തെങ്കിലും വാങ്ങണമെന്ന് വെച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അങ്ങനെ രാവിലെ തന്നെ ഒരു കച്ചവടക്കാരൻ ഞങ്ങളുടെ ഹൗസ് ബോട്ടിനടുത്തെത്തി. അദ്ദേഹം വിൽക്കുന്നത് സ്ത്രീകൾക്കായുള്ള ഫാൻസി ഐറ്റംസ് ആയിരുന്നു. പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പുറത്ത് കുറച്ചുകൂടി ചീപ്പായി കിട്ടും. എന്നിരുന്നാലും അദ്ദേഹം ചെയ്യുന്ന എഫേർട്ട് കൊണ്ടാണ് ഈ പ്രൈസ് വാല്യൂ വരുന്നത്. നമ്മുടെ പണ്ടുകാലങ്ങളിൽ നിലനിന്നിരുന്ന ബാർട്ടർ സിസ്റ്റം ഇപ്പോഴും ഈ ഡാൽ ലേക്കിൽ നിലവിലുണ്ടെന്ന് ഞാൻ പറയുന്നത് കേട്ടു. പുലർച്ചെയുള്ള ഗ്രാമീണ പച്ചക്കറി മാർക്കറ്റുകളിലാണ് ഇത് നടക്കുന്നത്. നിർഭാഗ്യവശാൽ എനിക്കത് കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരുന്നു. നല്ല ബ്രെഡ് ഓംപ്ലേറ്റും ചൂട് ചായയും പിന്നെ ബ്രെഡും ചീസും. ഈ ഹൗസ് ബോട്ടിലെ ഇൻറ്റീരിയർ ലുക്കും കാർപ്പറ്റുകളും കർട്ടൻസും ഒരു നല്ല ട്രഡീഷണൽ ലുക്ക് ഈ ഹൗസ് ബോട്ടിന് നൽകുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് അവരുടെ സർവീസാണ്. വളരെ ഹാപ്പിയായിരുന്നു ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ ഈ ബഡ്ജറ്റ് ട്രിപ്പിലും വളരെ ലക്ഷൂറിയസ് ആയി ഫീൽ ചെയ്ത ഒരു സ്റ്റേ ആയിരുന്നു ഈ ഹൗസ് ബോട്ടിലേത്. അതുകൊണ്ട് തന്നെ ആരും ഇത് മിസ് ചെയ്യരുത്. മസ്റ്റ് ട്രൈ എന്ന് തന്നെ വേണം പറയാൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഏകദേശം 10:30 ഞങ്ങൾ ഡാൽ ലേക്കിലെ ഹൗസ് ബോട്ടിനോട് വിട പറഞ്ഞു. പിന്നെ വന്നത് ഷിക്കാര റൈഡാണ്. ഞങ്ങൾ പാക്കേജ് എടുത്ത സുഹൃത്ത് വളരെ ഫ്രീ ആൻഡ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് എനിക്കെൻ്റെ പാക്കേജ് ഞാൻ വിചാരിച്ച പോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റി. കാശ്മീരിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക പാക്കേജ് വേണോ അതോ ഫ്രീ ആയി നമുക്ക് തന്നെ പോയി വരാമോ എന്നാണ്. സത്യത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് പോകുമ്പോൾ അതിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. എന്നാൽ ഒരു പാക്കേജ് എടുത്ത് പോകുമ്പോൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആയി പോകാൻ കഴിയും. 100% വിശ്വസിക്കാൻ പറ്റിയ ഒരു ഡ്രൈവറെ കിട്ടിയാൽ നമ്മുടെ ട്രിപ്പിൻ്റെ പകുതി ജോലി കഴിഞ്ഞു. അങ്ങനെയൊരു ഡ്രൈവറെ കിട്ടാനാണ് പാട്. ഞാൻ ആദ്യം ടാക്സി ഡ്രൈവേഴ്സിനെയൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ തന്ന ബഡ്ജറ്റ് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവസാനം പാക്കേജിലേക്ക് തന്നെ പോയത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഈ പാക്കേജ് കിട്ടിയപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. ഈ ഷിക്കാര റൈഡ് അടക്കം ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അല്ലാത്ത പക്ഷം നമ്മൾ അവിടെ നിന്ന് ബാർഗെയിൻ ചെയ്ത് ഷിക്കാര റൈഡ് എടുക്കണം. അതിനും അവർ പറയുന്ന റേറ്റ് വളരെ വലുതായിരിക്കും. ഹൗസ് ബോട്ടുകളാൽ ചുറ്റപ്പെട്ട ഡാൽ ലേക്കിലൂടെ ഞങ്ങൾ ഷിക്കാരയിൽ മുന്നോട്ട് നീങ്ങി. വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു ഇരുവശത്തും. ഞങ്ങളെല്ലാവരും ആ ഷിക്കാര റൈഡ് വളരെയധികം എൻജോയ് ചെയ്തു. പാക്കേജ് വഴി ഞങ്ങൾക്ക് 2 ഷിക്കാരയാണ് കിട്ടിയത്. ഞങ്ങൾ 6 പേരായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു കുട്ടിയും. പെർ ഹെഡ് ഞങ്ങൾക്ക് വന്ന ചിലവ് 5000 റുപ്പീസാണ്. ശ്രീനഗർ ടു ശ്രീനഗർ ആണ് ഞങ്ങളുടെ പാക്കേജ്. അതിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും പിന്നെ ലോക്കൽ സൈറ്റ് സീയിങ്ങും ഈ ഷിക്കാര റൈഡും ഇൻക്ലൂഡഡ് ആണ്. ഞങ്ങളുടെ ഷിക്കാര മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഓരോ കച്ചവടക്കാരായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ആദ്യമായി വന്നത് ഒരു കുങ്കുമപ്പൂ വിൽപ്പനക്കാരനാണ്. അമ്മയും അച്ഛനെയും നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാൻ അയാൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലുള്ള കുങ്കുമപ്പൂ ഒറിജിനലാണോ എന്ന് എനിക്കറിയില്ല. പുറത്ത് കുറച്ചുകൂടി ഒറിജിനലായി നമുക്ക് ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ഷോപ്പുകളും കാണാം. കാശ്മീർ കുങ്കുമപ്പൂവിൻ്റെ ഒരു കേന്ദ്രം തന്നെയാണ്. ഒരുപാട് കൃഷിസ്ഥലങ്ങൾ നമ്മൾ പോകുന്ന വഴി കാണാം. ഇവിടെയുള്ളവരുടെ മെയിൻ വരുമാന മാർഗം ഇതൊക്കെ തന്നെയാണ്. അദ്ദേഹം നല്ലപോലെ ട്രൈ ചെയ്തു. അവസാനം അച്ഛനും അമ്മയും വാങ്ങാൻ തീരുമാനിച്ചു. ഇവിടെ നിന്ന് നമ്മൾ എന്ത് വാങ്ങുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ബാർഗൈൻ ചെയ്ത് തന്നെ വാങ്ങണം. കാരണം ആക്ച്വൽ പ്രൈസിൽ നിന്ന് 2 ഇരട്ടി കൂടുതലാണ് അവർ പറയുക. കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. എന്നാൽ ഒരുപാട് വലിയ എമൗണ്ടാണ് അവർ പറയുക. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ ബാർഗൈൻ ചെയ്ത് വേണം പറയാൻ. മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച ചില വസ്തുക്കളുമായാണ് അടുത്ത ആൾ ഷിക്കാര വള്ളവുമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അദ്ദേഹവും നല്ല രീതിയിൽ വിൽപ്പന ചെയ്യാൻ ശ്രമിച്ചു. ഞങ്ങൾ അതിൽ നിന്ന് ഒരു ചെറിയ ഷിക്കാര വള്ളം മാത്രം വാങ്ങി. ഞങ്ങളോട് പറഞ്ഞ വില 350 ആയിരുന്നു. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 100 മാത്രമാണ്. എന്നാൽ കുറേ നേരത്തെ ബാർഗെയിന് ശേഷം ഞങ്ങൾക്ക് ഇത് 200-നാണ് കിട്ടിയത്. ഇതേ സാധനം ലാൽ ചോക്കിലും ഡാൽ ലേക്കിനും പുറത്തും 100-ന് വിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞ് വന്നത് ഒരു കാശ്മീരി ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം വിൽക്കുന്നത് കാവ ടീ, കോഫി, ചോക്ലേറ്റ് കോഫി ഇതുപോലുള്ള ഐറ്റംസ് ആയിരുന്നു. ഒരുപാട് നേരത്തെ സൗഹൃദ സംഭാഷണത്തിന് ശേഷം അദ്ദേഹം ഞങ്ങൾക്ക് കാവ ടീ വിളമ്പി.
ഞാൻ ആദ്യമായാണ് ഈ കാവാട്ടി ട്രൈ ചെയ്യുന്നത്. നമ്മുടെ ചായയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് ഈ ചായ. ഒരു പ്രത്യേകതരം ജഗ്ഗിൽ നിന്ന് കാവാട്ടി കപ്പിലേക്ക് ഒഴിച്ചു. അതിനുശേഷം ചൂട് മാറ്റാനായി മറ്റൊരു കപ്പും വെച്ചു. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട് എടുത്ത് അതിന് മുകളിലേക്ക് വിതറി ഞങ്ങൾക്ക് നേരെ നീട്ടി. അത്യാവശ്യം മധുരമുള്ള ചൂടോടെയുള്ള ഒരു ചായ. സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും അച്ഛനും ഞാനും വളരെ എൻജോയ് ചെയ്ത് ആ ചായ കുടിച്ചു. ആ ഷിക്കാര റൈഡിൽ അങ്ങനെയിരുന്ന് ആ ചായ കുടിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. ഈ ഷിക്കാരയിൽ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ എൻജോയ് ചെയ്ത് പോകുമ്പോൾ സമയം പോകുന്നത് അറിയുകയില്ല. ഈ 1 മണിക്കൂർ ഫ്രീ റൈഡ് ഞങ്ങൾക്ക് ഏതാനും നിമിഷങ്ങൾ പോലെയാണ് തോന്നിയത്. നമുക്ക് കൂടുതലായി സമയം ഇതിൽ ചിലവഴിക്കണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് നൽകി നമുക്ക് ചിലവഴിക്കാവുന്നതാണ്. എന്നാൽ ഞങ്ങളത് യൂസ് ചെയ്തില്ല. കാരണം ഞങ്ങൾക്ക് കുറച്ചുകൂടി സ്ഥലങ്ങൾ കവർ ചെയ്യേണ്ടതുള്ളതുകൊണ്ടും സമയം വളരെ പരിമിതമായതുകൊണ്ടും ഈ 1 അവർ റൈഡിൽ ഞങ്ങൾ ആസ്വദിച്ചു. ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേർ ഓൾറെഡി അവിടെ നിന്ന് ഷിക്കാര റൈഡുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. സമയം ഏകദേശം 11:30 ആയെങ്കിലും വെയിലിൻ്റെ കാഠിന്യം ഞങ്ങൾ അറിഞ്ഞതേയില്ല. അവസാനം ഞങ്ങളെ അവർ ഡാൽ ലേക്കിൻ്റെ മെയിൻ പോയിന്റിലിറക്കി. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഡ്രൈവറെ കോൾ ചെയ്തു. അദ്ദേഹമാണ് ഞങ്ങളെ ഇന്ന് സൈറ്റ് സീയിങ്ങിന് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിലാണ്. അങ്ങോട്ടേക്കാണ് ഈ യാത്ര. എല്ലാവർക്കും അറിയും പോലെ ഈ ഹൗസ് ബോട്ടുകൾ വെള്ളത്തിൽ നിന്ന് മൂവ് ചെയ്യുകയില്ല. എന്നിരുന്നാലും നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേ തന്നെയായിരിക്കും ഈ ഹൗസ് ബോട്ടിലേത്. ശങ്കരാചാര്യ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് കുറച്ച് ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ചുരം പോലെ നമ്മൾ മുകളിലേക്ക് കയറി പോകണം. ഇരുവശങ്ങളിലെയും കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. ഇത് ഒരു ഉയർന്ന പ്രദേശമായതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു ഹൈ മിലിറ്ററി പ്രസൻസ് തന്നെ നമുക്കിവിടെ കാണാമായിരുന്നു. പിന്നെ നല്ല രീതിയിലുള്ള ചെക്കിങ്ങും ഉള്ളിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നു. നമ്മുടെ വാഹനം അവിടെ പാർക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവർ ഞങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്ത് താഴേക്ക് പോയി. ഞങ്ങൾ ഓരോരുത്തരായി മല കയറാൻ തുടങ്ങി. ഒരുപാട് സ്റ്റെപ്പുകൾ കയറി വേണം നമ്മൾ മുകളിലെത്താൻ. ഇരുവശങ്ങളിലായി വലിയ വലിയ മരങ്ങൾ നമുക്ക് കാണാമായിരുന്നു. ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചാൽ നല്ല രീതിയിൽ ക്ഷീണം അനുഭവപ്പെടും. മെല്ലെ 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 നിന്ന് വേണം നമ്മൾ മുകളിലേക്ക് കയറാൻ. ശ്രീനഗറിൻ്റെ ഒരു മൊത്ത വ്യൂ കാണണമെങ്കിൽ ഇതുപോലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ നമ്മൾ വരണം. ഇതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഒരു കോട്ടയാണ്. ഞാൻ എന്തായാലും ശങ്കരാചാര്യ ടെമ്പിളിലേക്ക് വരാനാണ് തീരുമാനിച്ചത്. അങ്ങനെ അച്ഛനും അമ്മയും കൈയൊക്കെ പിടിച്ച് മെല്ലെ മുകളിലേക്ക് എത്തിച്ചേർന്നു. സത്യത്തിൽ പ്രായമായവർക്ക് കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ് ഈ പടിക്കെട്ടുകളെല്ലാം കയറി വരാൻ. എന്നിരുന്നാലും മുകളിൽ നിന്ന് കാണുന്ന ഈ ശ്രീനഗറിൻ്റെ കാഴ്ച അത് ശരിക്കും വേർത്താണ്. അങ്ങനെ ശങ്കരാചാര്യ ടെമ്പിളിലെ ഒരു മണി മുഴക്കി ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. ഒരു വിശാലമായ പ്രദേശമാണ് ഇതിനുള്ളിൽ. ഒരു വശത്തായി മിലിറ്ററിക്കാരുടെ ഒരു ചെറിയ ക്യാമ്പ് പോലെ എന്തോ ഉണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേർ അവിടെ ഓൾറെഡി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. കയറുമ്പോൾ തന്നെ വലതുവശത്തായി ശങ്കരാചാര്യയുടെ ഒരു ചെറിയ പ്രതിഷ്ഠ അവിടെയുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നും ചുറ്റോട് ചുറ്റും നോക്കിയാലും നമുക്ക് ശ്രീനഗറിൻ്റെ വളരെ മനോഹരമായ ഒരു ദൃശ്യം തന്നെയാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ അധികം ലേറ്റാക്കാതെ ഞങ്ങൾ ഷൂസൊക്കെ അവിടെ റാക്കിൽ വെച്ച ശേഷം മുകളിലേക്ക് കയറാൻ തുടങ്ങി. കുറച്ചുകൂടി പടിക്കെട്ടുകൾ കയറിയ ശേഷം വേണം നമ്മൾ മുകളിലേക്ക് എത്താൻ. കേരളത്തിലെ കാലടിയിൽ ജനിച്ച ശ്രീ ശങ്കരാചാര്യയുടെ സ്റ്റോറി എല്ലാവരും മനസ്സിലാക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായി ആരാണ് ശങ്കരാചാര്യ, എന്താണ് ശങ്കരാചാര്യ എന്ന് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ അമ്പലത്തിന് മുന്നിലായി എത്തി. അവിടെ ചെറിയ ക്യൂ ഉണ്ട് അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ. അമ്പലത്തിനുള്ളിലായി ഉള്ളത് വലിയൊരു ശിവപ്രതിഷ്ഠയാണ്, ഒരു ശിവലിംഗം. അതിനു മുന്നിലായി പ്രാർത്ഥിക്കുന്ന ശങ്കരാചാര്യയും അടുത്തായി മറ്റു ചില പ്രതിഷ്ഠകളും കാണാൻ കഴിയും. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്പൂതിരി നമുക്ക് ചെറിയ രീതിയിലൊരു പൊട്ട് തന്ന് പ്രസാദവും തന്ന് അത് ചുറ്റി വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ. ഉള്ളിലെ കാഴ്ചകൾ പകർത്താൻ പരിമിതിയുള്ളതിനാൽ ഞാൻ ആ കാഴ്ചകൾ പകർത്തിയില്ല. അതിനുശേഷം ശങ്കരാചാര്യ തപസ്സിന് വേണ്ടിയിരുന്ന സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ചെറു ഗുഹയ്ക്കുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പീഠമാണ്. അവിടെ നിന്നാകാം ശങ്കരാചാര്യ മുൻപ് തപസ് ചെയ്തിട്ടുണ്ടാവുക. കാഴ്ചകൾ കണ്ട ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ശ്രീനഗറിലെ ഭൂരിഭാഗം കാഴ്ചകളും ഡാൽ ലേക്കിനെ ചുറ്റിപ്പറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശങ്കരാചാര്യ ടെമ്പിളിലെ വിസിറ്റിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഡാൽ ലേക്കിനടുത്തെത്തി. ഞങ്ങളെ ഡ്രൈവർ നേരെ കൊണ്ടുപോയത് ഒരു ഡ്രൈ ഫ്രൂട്ട് വിൽക്കുന്ന സ്ഥലത്താണ്. കാശ്മീരിലെ ചില സ്പെഷ്യൽ പ്രൊഡക്റ്റുകളും ഡ്രൈ ഫ്രൂട്ട്സുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഓരോന്നായി സാമ്പിൾ തന്നു ടേസ്റ്റ് ചെയ്യാൻ. അതിനുശേഷം ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളത് വാങ്ങാം. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു കലവറ തന്നെയായിരുന്നു ഇത്. പല റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകളും ഇവിടെ ഉണ്ടായിരുന്നു.
നിഷാത്ത് ഗാർഡൻ്റെ ലെഫ്റ്റ് സൈഡിലായാണ് ഈ കടയുള്ളത്. ഇവിടെ നിന്ന് അവസാനം അമ്മ കാശ്മീരി കുൽച്ചയും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും വാങ്ങി. അങ്ങനെ അവസാനം ഞങ്ങൾ നിഷാത്ത് ഗാർഡനിലെത്തി. അവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് കാണാനായി ഒന്നുമില്ല. കാരണം വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ പൂക്കളും ഇലകൊഴിഞ്ഞിരിക്കുകയാണ്. മനോഹരമായ ഒരു എൻട്രൻസ് ആണ് ഈ ഗാർഡൻ്റേത്. നമ്മൾ സ്റ്റെപ്പ് കയറി വേണം മുകളിലേക്ക് എത്താൻ. 2 വലിയ പർവ്വതങ്ങൾക്ക് താഴെയായാണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാർഡന് പ്രത്യേക രസമായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നപ്പോൾ അവിടെ കാശ്മീരി ഡ്രസ്സ് വാടകയ്ക്ക് കൊടുത്ത് ഫോട്ടോ എടുക്കുന്നത് കണ്ടു. ഓരോരുത്തർക്കും 200-300 എമൗണ്ട് പറയുക. നമ്മൾ നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്താൽ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടും. ഒരാൾക്ക് 120 എന്ന നിരക്കിലാണ് ഞങ്ങൾ ഈ ഡ്രസ്സുകൾ എടുത്തത്. നിങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ വേണം അവരോട് ബാർഗെയിൻ ചെയ്യാൻ. അപ്പോൾ അവർ കൂടുതൽ പ്രൈസ് കുറക്കാനുള്ള ചാൻസ് ഉണ്ട്. ഗാർഡനിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തപ്പോഴേക്കും മഴ പെയ്തു. നല്ല മഴയായിരുന്നു. ഈ സമയത്ത് ഗുൽമാർഗിൽ മഞ്ഞ് പെയ്തു എന്നാണ് ഞങ്ങൾ കേട്ടത്. അതുകൊണ്ട് തന്നെ ഈ മഴ പെയ്യുന്ന സമയം ഞങ്ങൾ ഫുഡ് കഴിക്കാനായി ഒരു ഷോപ്പിൽ കയറി. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. കാരണം ഞങ്ങൾ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം 2-3 പേർക്ക് വയറിന് ചെറുതായി പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ല മഴ പെയ്തു. ഈ സമയത്ത് ഗുൽമാർഗിൽ നല്ല മഞ്ഞ് വീഴ്ചയായിരുന്നു എന്നാണ് ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞത്. ഇവിടെയുള്ള കാലാവസ്ഥ പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ മഴ അധിക നേരം നീണ്ടു നിന്നില്ല. ഞങ്ങൾ പുറത്തേക്ക് ഡാൽ ലേക്കിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായി ഒരു മഴവില്ല് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ജുമാ മസ്ജിദാണ്. തുലിപ് ഗാർഡൻ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് സ്കിപ്പ് ചെയ്ത് നേരെ ജുമാ മസ്ജിദിലെത്തി. അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു ആ പ്ലേസ്. ഒരുപാട് പ്രാവുകൾ പുറത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരായി അങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് പറന്ന് ആകാശത്തേക്ക് ഉയരും. പലരും ഈ റോഡ് സൈഡിൽ ഫുഡ് എറിഞ്ഞു കൊടുത്ത് പ്രാവിനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജുമാ മസ്ജിദിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്കെത്തി. മനോഹരമായ പ്രകൃതി ഭംഗി, കഠിനമായ തണുപ്പുമായിരുന്നു ഞങ്ങൾക്ക് അവിടെ അനുഭവപ്പെട്ടത്. എല്ലാവരും തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത്ര നല്ല തണുപ്പ്. ശക്തിയേറിയ കാറ്റുള്ളത് കൊണ്ടാകണം ഇത്രയും കഠിനമായ തണുപ്പ്. കൂടാതെ ഒരു ചെറിയ ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. അധിക നേരം അവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. കാരണം അത്ര കഠിനമായിരുന്നു ആ തണുപ്പ്. ആ കാഴ്ചകൾ ആസ്വദിക്കാനായി ഞങ്ങളുടെ ശരീരം അനുവദിക്കാത്തതുകൊണ്ട് കുറച്ചു നേരം ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് വന്നു. അപ്പോഴേക്കും അവിടെയുള്ള പറവകളെല്ലാം ആകാശത്തേക്ക് പറന്നുയർന്നു. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി മുന്നോട്ടേക്ക് നീങ്ങി. അടുത്തതായി ഞങ്ങൾ പോയത് ഒരു ഗുരുദ്വാരയിലേക്കാണ്. സിഖുകാരുടെ ഒരു അമ്പലം എന്ന് തന്നെ വേണം പറയാൻ. മുടി മറച്ച് വേണം നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് മുടി മറയ്ക്കാനായി കുറച്ച് തുണികൾ വെച്ചിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ തലയിൽ കെട്ടി വേണം ഉള്ളിലേക്ക് പോകാൻ. ഉള്ളിൽ വീഡിയോ അലൗഡല്ല. ഉള്ളിലായുള്ള അവരുടെ പ്രതിഷ്ഠ കുറച്ച് വാളും പരിചയമൊക്കെയായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ചു നേരം തൊഴുത ശേഷം പുറത്തേക്കിറങ്ങി. അവിടെ നമ്മൾക്കായി ബിസ്ക്കറ്റും ചായയും ഉണ്ടായിരുന്നു. അതും അവിടെ ഫ്രീ ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു സിഖ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൂടെ കുറച്ചു നേരം സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ ഫ്രീ ആയി താമസിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യമുണ്ട് എന്ന്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോയി. അടുത്തെത്തിയത് ഹസ്രത്ത് പാല എന്ന് പറയുന്ന ഒരു പള്ളിയിലേക്കായിരുന്നു. വളരെ വലിയ ഒരു പള്ളി തന്നെ. അവിടെ നിസ്കരിക്കാനായി ഒരുപാട് പേർക്കുള്ള സ്ഥലമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. ഇവിടെയും മുടി മറച്ച് വേണം ഉള്ളിലേക്ക് കടക്കാൻ. അങ്ങനെ ചേച്ചിക്ക് അവിടെ നിന്ന് ഒരു ചെറിയ തുണി ലഭിച്ചു. അത് വെച്ച് മുടി കവർ ചെയ്ത് ചേച്ചി ഉള്ളിലേക്ക് വന്നു. ഇവിടെ നിന്ന് ആണും പെണ്ണും അടുത്തു നിന്ന് ഫോട്ടോസ് എടുക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടിയ ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. ഒരു മനോഹരമായ ഉദ്യാനം തന്നെയായിരുന്നു ഉള്ളിലേക്കുള്ളത്. കൂടാതെ ഒരു വാട്ടർ ഫൗണ്ടൈനും അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ ആ കോട്ട നല്ല രീതിയിൽ കാണാമായിരുന്നു. അങ്ങനെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. അവിടെ പ്രാർത്ഥിക്കാനായി മറ്റൊരു സ്ഥലം കൂടി ഉണ്ടായിരുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഞങ്ങൾ പുറത്തേക്കിറങ്ങി. നാളെ ഞങ്ങൾക്ക് പോകാനുള്ളത് ഗുൽമാർഗിലേക്കാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ലോക്കൽ പർച്ചേസിങ് ഞങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് ലാൽ ചോക്കിലേക്കാണ്. പോകുന്ന വഴി ആ ഡ്രൈവർ ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലം കാണിച്ചു തന്നു. ഇവിടെ കുറച്ചുകൂടി ചീപ്പായി എല്ലാം ലഭിക്കുമെന്ന് പറഞ്ഞു. സീതാറാം എന്ന പടത്തിലെ ഒരു സോങ് ഈ പള്ളിയുടെ മുന്നിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോയി. ഒരു വലിയ കവാടത്തിനുള്ളിലൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ വളരെ മനോഹരമായി അറേഞ്ച് ചെയ്ത കുറച്ച് LED ലൈറ്റുകൾ നമുക്ക് കാണാമായിരുന്നു. അങ്ങനെ ഡ്രൈവർ നിർദ്ദേശിച്ച സ്ഥലത്ത് ഞങ്ങൾ എത്തി. ഒരുപാട് ഡ്രസ്സുകളുടെ കളക്ഷനായിരുന്നു ഇവിടെ. കൂടാതെ കുറച്ച് ജാക്കറ്റുകളും കാണാമായിരുന്നു. ഏകദേശം എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 400 rupees എബോവ് ആണ്. ഇവിടെ തന്നെ പല ക്വാളിറ്റിയിലും പല റേറ്റിലുമുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു.
ഡ്രസ്സ് കൂടാതെ ഹാൻഡ് വർക്ക് ചെയ്ത കുറച്ച് പേഴ്സുകളും പിന്നെ നമ്മൾ ഡാൽ ലേക്ക് നിന്ന് വാങ്ങിയ പോലെയുള്ള ചില ക്രാഫ്റ്റ് വർക്കുകളും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കണ്ട ശേഷം ഞങ്ങൾ അവസാനം ലാൽ ചോക്കിലെത്തി. അങ്ങനെ അവിടെ ഞങ്ങളെ കാത്തിരുന്നത് LED ലൈറ്റുകൾ കൊണ്ട് വർണ്ണം തീർത്ത ഇന്ത്യൻ ഫ്ലാഗിൻ്റെ നിറത്തിലുള്ള ഒരു വലിയ ടൈം മെഷീനായിരുന്നു. ആ കാഴ്ചകൾ കണ്ട ശേഷം ഞങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങി. അവിടെ വളരെ മനോഹരമായ പല സ്ട്രീറ്റ് മാർക്കറ്റുകളും ഉണ്ടായിരുന്നു. ചില ഷോപ്പുകളിൽ വളരെ വലിയ എമൗണ്ടുകളും ചില ഷോപ്പുകളിൽ വളരെ ചെറിയ എമൗണ്ടുകളുമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നോക്കി ഓരോരുത്തർക്കും വേണ്ട സാധനങ്ങൾ അവിടെ നിന്നും പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാതെയായി. കാരണം ഇതൊരു വലിയ മാർക്കറ്റാണ്. അതിനുള്ളിലൂടെ പല വഴികളിലൂടെ ഓരോരുത്തരായി പോയപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതായി. ഞാൻ മാത്രമേ സിം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനോ അല്ലെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഭാഷയിൽ എല്ലാവർക്കും അത്ര പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടി. കുറച്ചു നേരത്തെ വഴക്കിന് ശേഷം വീണ്ടും ഞങ്ങൾ പർച്ചേസ് തുടങ്ങി. ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്നത് പോലെ ഇവിടെ എല്ലാം അവൈലബിൾ ആയിരുന്നു. ടോയ്സ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും ഷൂസ് ആണെങ്കിലും എല്ലാം. അപ്പോഴേക്കും ഞങ്ങളുടെ ഡ്രൈവർ നല്ല രീതിയിൽ തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം വണ്ടിയിലേക്ക് കയറി. ഇന്നു മുതൽ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഒരു കാശ്മീരി ഹോം സ്റ്റേയിലാണ്. ലാൽ ചോക്കിലാണ് ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. റൂമിലെ കാഴ്ചകൾ നാളത്തെ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തേക്ക് വിടാം.